നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ്. അപ്പം ഹെഡിങ് എഴുതിക്കോളൂ, ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. പെട്ടെന്ന് എഴുതണേ. ചെറിയ ടോപ്പിക്കാണ്. മനസ്സിലാക്കി പോയാൽ മതി. അല്ലാതെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പോലെയുള്ള അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ഇല്ല. ഒരെണ്ണം ഉണ്ട്, അത് എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്നതാണ്. അത് ഏറ്റവും ലാസ്റ്റിലത്തെ ഞാൻ പറയാം. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് പെട്ടെന്ന് ഹെഡിങ് എഴുതുക. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. അതിൽ ഒന്നാമത്തേത് ഈക്വൽ വെക്ടേഴ്സ് ആണ്. ഈക്വൽ വെക്ടറിന് സബ് ഹെഡിങ് എഴുതുക. ഈക്വൽ വെക്ടർ എന്താണെന്നറിയാമോ? അതായത് രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷനിലാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന വെക്ടർ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന വെക്ടറും ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരോടെ ലെങ്ത് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ആരോടെ ഹെഡ് ആണ് അതിന്റെ ഡയറക്ഷൻ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഇതിന്റെ ലെങ്ത്, അപ്പൊ അതായിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ കണ്ടോ, മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാം. ഇപ്പം വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ലെറ്ററിന് മണ്ടയ്ക്ക് ഒരു ആരോ ഇട്ടിട്ടാണ് അത് നമ്മൾ എന്താണ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന് ഈക്വൽ വെക്ടേഴ്സ് ആണ്. അപ്പൊ വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ ബി എന്ന് എഴുതാം. അത് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാമോ? വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ. വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ. Said to be equal if they have same magnitude and same direction same magnitude same direction ആണെങ്കിൽ ആ വെക്ടേഴ്സിനെ നമുക്ക് ഈക്വൽ വെക്ടർ എന്ന് പറയാം. അതിനെ തന്നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന. അടുത്തത് നെഗറ്റീവ് വെക്ടേഴ്സ് ആണ്. നെഗറ്റീവ് വെക്ടേഴ്സ് ആണ്. നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? രണ്ട് വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബട്ട് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എ വെക്ടർ ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് but opposite direction. OPP എന്ന് എഴുതുവാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡയറക്ഷന്റെ ഷോർട്ട് ഫോം DIRN എന്ന് ഇട്ടിട്ട് അടിയിൽ ലൈൻ ഇടുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. പരീക്ഷയ്ക്കൊക്കെ അങ്ങനെ എഴുതണം, ഇങ്ങനെ എഴുതി വെക്കണം. ഓക്കെ, അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു വെക്ടർ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇത് വെക്ടർ എ. അടുത്ത വെക്ടർ നോക്കണം, അതേ മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. നോക്കാം ഇങ്ങനെ, അത് വെക്ടർ ബി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മോളില് റൈറ്റ് സൈഡിലോട്ടാണ് ആരോ ഇടേണ്ടത്. അത് ലൈൻ ബൈ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നമ്മളിപ്പം എ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങോട്ടാണെങ്കിൽ ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങോട്ടാണ്. അപ്പം ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ലെറ്ററിന്റെ മണ്ടയ്ക്കുള്ള ആരോ തിരിക്കാൻ പാടില്ല. അത് ഒരൊറ്റ രീതിയിലേ നമ്മൾ ചെയ്യത്തുള്ളൂ. അത് ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ ആണ് ഇങ്ങനെ എഴുതാം, വെക്ടർ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്ടർ ബി എന്ന് എഴുതാം. കാരണം എന്താ പറയുക, നെഗറ്റീവ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ എന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് കോ ഇനീഷ്യൽ വെക്ടർ. മൂന്നാമത്തെ ടൈപ്പ് വെക്ടർ ആണ് കോ ഇനീഷ്യൽ വെക്ടർ. എന്താണ് കോ ഇനീഷ്യൽ വെക്ടർ? കോ ഇനീഷ്യൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇനീഷ്യൽ പോയിന്റ് സെയിം ആയിട്ടുള്ള വെക്ടറിനെയാണ് കോ ഇനീഷ്യൽ വെക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എഴുതാം, എന്താണ്, വെക്ടേഴ്സ് ഹാവിങ് സെയിം initial points. Vectors having same initial points are called
അല്ലെങ്കിൽ വേണ്ട ആർക്ക് ഉണ്ടെന്ന് എഴുതണ്ടല്ലോ, ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനിഷ്യൽ പോയിന്റ് ആണ് നമ്മൾ കോ ഇനിഷ്യൽ വെക്ടർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നമുക്ക് ഇങ്ങനെ എഴുതാം. വെക്ടർ എ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, വെക്ടർ ബി ആ പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. കേട്ടോ, ഇങ്ങനെ. ഇതായിരിക്കും കോ ഇനിഷ്യൽ വെക്ടർ എന്ന് പറയുന്നത്. നാലാമത്തേത് കൊളീനിയർ വെക്ടർ ആണ്. കൊളീനിയർ വെക്ടർ, കോ ലീനിയർ വെക്ടർ. ഈ കൊളീനിയർ വെക്ടർ എന്താണെന്ന് അറിയാമോ? കൊളീനിയർ വെക്ടർ എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടർ കൊളീനിയർ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ ആ രണ്ട് വെക്ടർ സെയിം ഡയറക്ഷനിലായിരിക്കണം, അത് സെയിം ലൈനിലായിരുന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിൽ പാരലൽ ലൈനിലാണെങ്കിലും കുഴപ്പമില്ല, സെയിം എന്താണ് പാരലൽ ലൈൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഞാൻ അത് കൃത്യമാക്കി തരാം, നോക്കിക്കോളൂ. ആദ്യം അതങ്ങ് എഴുതിക്കോ. വെക്ടേഴ്സ് along the same line, ഒരേ ലൈനിലുള്ള രണ്ട് വെക്ടേഴ്സ് along the same line ആവാം, or along the parallel line in same direction ആവാം, or along the parallel lines in the opposite direction ആവാം, വരച്ച് കാണിക്കുമ്പോൾ മനസ്സിലാവേ. അതായത് കൊളീനിയർ വെക്ടർ എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടർ ആണ്. ആ വെക്ടർ വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരേ ലൈനിൽ ആക്ട് ചെയ്യാം. അതായത് ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഒരേ ലൈനിലല്ലേ ആക്ട് ചെയ്യും. ഇനി അത് വേണേ ഇങ്ങനെയാവാം, അതായത് വെക്ടർ എ വെക്ടർ ബി, അതായത് പാരലൽ ലൈൻസിലാവാം, എന്താണ് സെയിം ഡയറക്ഷനിലാവാം, അല്ലെങ്കിൽ എന്താ പാരലൽ ലൈൻ ആവാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവാം. ഇവിടെ ഒരിക്കലും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ഇതിന്റെ എല്ലാം, അതായത് എയുടെയും ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവാം, ഈക്വൽ അല്ലാതിരിക്കാം. പക്ഷെ കൊളീനിയർ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രണ്ടും ഒരേ ലൈനിൽ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും പാരലൽ ലൈൻ ആക്ട് ചെയ്യണം പക്ഷെ സെയിം ഡയറക്ഷനിലായിരിക്കണം, അല്ലെങ്കിൽ പാരലൽ ലൈൻ ആക്ട് ചെയ്യണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഒരു കാര്യം കൂടി എഴുതിക്കണം. ഹിയർ ദ മാഗ്നിറ്റ്യൂഡ് may or may not be here magnitude of two vectors may or may not be equal. ജോഹാൻ ലേറ്റ് ആയിട്ട് കയറിയുണ്ട്. ജോഹാൻ അതിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ ടൈപ്സ് ഓഫ് വെക്ടർ ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് വെക്ടറിൽ നമ്മൾ ഈക്വൽ വെക്ടർ ആണ് ആദ്യം പഠിപ്പിച്ചത്. ഈക്വൽ വെക്ടർ എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടറും സെയിം ഡയറക്ഷനിൽ സെയിം മാഗ്നിറ്റ്യൂഡിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ഈക്വൽ വെക്ടർ എന്ന് പറയുന്നു. നെഗറ്റീവ് വെക്ടർ ആണ് അടുത്തത്. അത് രണ്ട് വെക്ടർ അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, ലൈക്ക് ദിസ്. ഇനി കോ ഇനീഷ്യൽ വെക്ടർ ഉണ്ട്. കോ ഇനീഷ്യൽ വെക്ടർ എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടറിന്റെയും ഇനിഷ്യൽ പോയിന്റ്സ് സെയിം ആണെങ്കിൽ അതിനെ കോ ഇനീഷ്യൽ വെക്ടർ എന്ന് പറയും. അടുത്തത് കൊളീനിയർ വെക്ടർ എന്ന് പറയുമ്പോൾ കൊളീനിയർ പല രീതിയിൽ കൊളീനിയർ ആവാം. ഒന്ന്, രണ്ട് വെക്ടർ സെയിം ലൈനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ കൊളീനിയർ ആവാം, അല്ലെങ്കിൽ രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷനിൽ പോവാണ് പക്ഷെ പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ എന്താണ് അവിടെ കൊളീനിയർ വെക്ടർ എന്ന് പറയാം. ഇനി രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു പക്ഷെ അതിന്റെ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു പാരലൽ ആണ് എങ്കിൽ അതും എന്താ കൊളീനിയർ വെക്ടർ ആണ്. പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകാം, ഈക്വൽ അല്ലാതെ ഇരിക്കാം. ഓക്കെ ആണല്ലോ, അത് രണ്ടാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ,
അടുത്ത നമ്മൾ കോപ്ലൈനാർ വെക്ടറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അഞ്ചാമത്തേത് കോപ്ലൈനാർ വെക്ടർ. കോപ്ലൈനാർ വെക്ടർ കോപ്ലൈനാർ പ്ലൈനാർ കോപ്ലൈനാർ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഒരേ പ്ലെയിനിൽ നിൽക്കുന്ന, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ എന്താണ് ഭിത്തി ഉണ്ടാവും അല്ലെ? നിങ്ങൾ റൂമിലായിരിക്കുന്നത്. അപ്പൊ ആ ഭിത്തിയിൽ നിങ്ങൾ കുറെ വരകൾ ഇടുവാണെങ്കിൽ ആ വരയെല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ കോപ്ലൈനാർ വെക്ടർ എന്ന് പറയുന്നത്. അപ്പം വെക്ടേഴ്സ് ലൈൻ ഓൺ ദ സെയിം പ്ലെയിൻ ആർ കോൾഡ് അല്ലെങ്കിൽ വേണ്ട, വെക്ടേഴ്സ് ലൈൻ സെയിം പ്ലെയിൻ ആർ കോൾഡ് എന്ന് എഴുതണ്ട. ഓൾറെഡി നമ്മൾ കോപ്ലൈനാർ എന്താന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ആണെങ്കിൽ ഞാനൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊരു പ്ലെയിനാണ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഒരു പ്ലെയിനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ പല ഡയഗ്രം പറയും, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരൊറ്റ സിംഗിൾ പ്ലെയിൻ ആണ് കണ്ടോ. ഇതെല്ലാം എന്താണ്? കോപ്ലൈനാർ വെക്ടർ. അടുത്തത്, ഇതിനകത്തെ എല്ലാ വെക്ടേഴ്സും ഞാൻ പറഞ്ഞു, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഈ വെക്ടർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ഷുവർ ആയിട്ട് ഫൈനൽ എക്സാമിനും ചോദിക്കും, ക്രിസ്മസ് എക്സാമിനും ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം നടക്കാൻ പോകുന്ന ഓണം എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ സീറോ വെക്ടർ അഥവാ നൾ വെക്ടർ എന്നാണ് പറയുന്നത്. നൾ വെക്ടർ. ഓക്കെ, അത് ഒരു ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. അതിന്റെ എക്സാമ്പിൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അത് എന്താണെന്നറിയാമോ? സീറോ വെക്ടർ, അതിന് മാഗ്നിറ്റ്യൂഡ് കാണത്തില്ല. മാഗ്നിറ്റ്യൂഡ് കാണത്തില്ല എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സീറോ ആയിരിക്കും. പക്ഷേ അതിന് ഇന്നൊരു ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഡയറക്ഷൻ ഒബ്വിയസ്ലി കാണും. ഓക്കെ, അങ്ങനെയുള്ള വെക്ടേഴ്സിനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണത്തില്ല. എന്നാൽ മാഗ്നിറ്റ്യൂഡ് സീറോ ആയിട്ടുള്ളതും ഡയറക്ഷൻ ഒരു ആർബിറ്ററി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു ഇന്ന ഡയറക്ഷനിലോട്ടാണ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല, പക്ഷെ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വെക്ടറിനെയാണ്, അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പറഞ്ഞു തരാം, നോക്കൂ, എഴുതിക്കോ. എ വെക്ടർ which has zero magnitude but have an arbitrary direction. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സീറോ ആയിട്ടുള്ളതും ഒരു ആർബിട്രറി ഡയറക്ഷൻ ഉള്ളതുമായിട്ടുള്ള വെക്ടറുകളെയാണ് എന്ത് നമ്മൾ നൾ വെക്ടർ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ. അപ്പം എന്താണ് ഒരു ആർബിട്രറി ഡയറക്ഷനും അതേപോലെ തന്നെ എന്താണ് സീറോ മാഗ്നിറ്റ്യൂഡും ഉള്ള ഈ ആർബിട്രറി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആർബിട്രറി ഈ ആർബിട്രറി ഡയറക്ഷൻ ഉള്ളതും സീറോ മാഗ്നിറ്റ്യൂഡും ആയിട്ടുള്ള ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഞാൻ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തരാം. ഒന്നെങ്കിൽ എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നൾ വെക്ടർ എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പം വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. നോക്കി, വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. നിങ്ങൾ ആലോചിക്കേ, ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയായിരിക്കും അഭിനവേ? സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? അഭിനവ് ഉണ്ടോ ഇവിടെ?
സീറോ. സീറോ. അപ്പൊ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സീറോ അല്ലേ? അതെ. എന്നാൽ സീറോ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും അതിനൊരു ഡയറക്ഷൻ, അതായത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കാണത്തില്ലേ? ഏതെങ്കിലും ഒരു ഡയറക്ഷൻ കാണത്തില്ലേ അതിന്? ഉണ്ടാവോ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്, ഇപ്പൊ ഞാൻ ഒരു സ്റ്റേഷനിൽ ഇപ്പൊ വണ്ടി നിർത്തിയിട്ടേക്കുവാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആയി. പക്ഷെ അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഉണ്ട്. എങ്ങോട്ടാണെന്നറിയോ? ഒന്നെങ്കിൽ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ രണ്ട് മൂവ്മെന്റ് അതിന് പറ്റത്തുള്ളൂ. ശരിയല്ലേ? അല്ലാതെ എന്താണ് ഭൂമിക്ക് അടിയിലോട്ടോ അല്ലെ ഭൂമിയുടെ മുകളിലോട്ടോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൊങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതിനൊരു ആർബിട്രറി ഡയറക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതേപോലെ തന്നെ വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഇതെന്താ? നമുക്കറിയാം, ഇപ്പം കാർ നിർത്തിയിട്ടിരിക്കുക, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? സീറോ ആണ്. ശരിയല്ലേ? എന്നാൽ ആ ഡിസ്പ്ലേസ്മെന്റ് ഒരു ആർബിട്രറി ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഏകപക്ഷീയമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയറക്ഷൻ അതിനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.